السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف الرسل الله وعلى آله وصحبه أجمعين أما بعد. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSF പെരിങ്ങത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ മനോഹരമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സാമൂഹികതയുടെ ഇസ്ലാമിക ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് നൽകി അല്ലാഹു തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സൃഷ്ടിയാണ്. അവൻ കുടുംബത്തോടും സമൂഹത്തോടും ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഒരാളുടെ അവകാശങ്ങൾ മറ്റൊരാൾ എങ്ങനെ മാനിക്കണം, മനുഷ്യർ പരസ്പരം എങ്ങനെ സഹകരിക്കണം എന്നതിനെക്കുറിച്ച് എല്ലാ മതങ്ങളും നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നു. ഇസ്ലാം ഒരു ആരാധന മതം മാത്രമല്ല, ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം തുടങ്ങി എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന സമ്പൂർണ്ണ ജീവിത ക്രമമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക ഐക്യത്തിനും മനുഷ്യ സ്നേഹത്തിനും ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക സന്ദേശങ്ങളിൽ ഒന്നാണ് മനുഷ്യ സമത്വം. ഇന്ന് ലോകത്ത് മനുഷ്യർ പല രാജ്യങ്ങളിലും ഭാഷകളിലും വർഗങ്ങളിലും ജീവിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഒരേ മാതാപിതാക്കളായ ആദമിൻ്റെയും ഹൗവയുടെയും സന്തതികളാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യർക്കിടയിൽ ഉയർച്ച താഴ്ചകളില്ല എന്നതാണ്. സമ്പത്തോ വർഗമോ ജാതിയോ അല്ല ഒരു മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം, മറിച്ച് ധാർമ്മികതയും നല്ല സ്വഭാവവുമാണ് യഥാർത്ഥ മഹത്വം. ഇസ്ലാം മനുഷ്യർക്കിടയിൽ സഹോദരത്വം വളർത്തുന്നു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളിൽ ഒന്നാണ് ദരിദ്രരോടുള്ള കരുതൽ. ഒരു സമൂഹത്തിൽ സമ്പന്നരും ദരിദ്രരും ഉണ്ടാകും, എന്നാൽ ദരിദ്രരെ അവഗണിക്കരുത് എന്ന് ഇസ്ലാം ശക്തമായി പഠിപ്പിക്കുന്നു. സകാത്ത് എന്ന സംവിധാനം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇസ്ലാം അയൽവാസികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകത്ത് അയൽവാസികൾ ആരെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഇസ്ലാം കുടുംബങ്ങൾക്ക് വലിയ വില നൽകുന്നു. ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ നല്ല കുടുംബമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുക, കുടുംബാംഗങ്ങളെ സഹായിക്കുക, കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക, ഇവയെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന സാമൂഹിക ഉത്തരവാദിത്വങ്ങളാണ്. ഇസ്ലാം അറിവിന് വലിയ പ്രാധാന്യം നൽകുന്നു. അറിവില്ലായ്മയാണ് പല സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണം. ഒരു സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അറിവ് അനിവാര്യമാണ്. ഇസ്ലാം നീതിയും സമാധാനവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. ഒരു വ്യാപാരി സത്യസന്ധനായിരിക്കുക, ഒരു തൊഴിലാളി തൻ്റെ ജോലി കൃത്യമായി ചെയ്യുക, ഒരു നേതാവ് നീതിപൂർവം ഭരിക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ജോലികൾ കൃത്യമായി ചെയ്താൽ ഒരു സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇസ്ലാം എന്ന വാക്യത്തിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ഇസ്ലാം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് സ്നേഹവും സത്യസന്ധതയുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്നും നാം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളാണ് സ്വാർത്ഥത, കുടുംബ തകർച്ച, ലഹരി ഉപയോഗം, പകയും വൈരവും, അനീതികൾ. ഇവയ്ക്കെല്ലാം ഇസ്ലാം കൊണ്ടുവരുന്ന പരിഹാരങ്ങളാണ് സ്നേഹം, സത്യസന്ധത, കരുണ, നീതി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു നല്ല സമൂഹം, ഒരു നല്ല കുടുംബം, ഒരു നല്ല രാജ്യവും നമുക്ക് നിർമ്മിക്കാൻ കഴിയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next call letter B.